ഇത് ജപ്പാനോ ചൈനയോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകളാണ് ഈ രീതിയിൽ ക്ലീൻ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ ഇനി എത്ര കണ്ണടച്ചാലും കാണാതിരിക്കാൻ സാധിക്കില്ല. എക്സ്റ്റീരിയർ ക്ലീനിങ്ങിന്റെ കാര്യം മാത്രം നോക്കുവാണെങ്കിൽ ഈ കാണുന്ന പോലെ ഹൈ പ്രഷർ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് കോച്ചുകൾ വൃത്തിയാക്കുന്നത്. ഗുജറാത്തിലെ ആദ്യത്തെ ഉത്ന അമൃത് ഭാരത് എക്സ്പ്രസിലാണ് ട്രയൽ നടത്തിയത്. സാധാരണ 3-4 മണിക്കൂർ എടുത്ത് ക്ലീൻ ചെയ്യുന്ന സ്ഥാനത്ത് വെറും 30 മിനിറ്റ് കൊണ്ട് 25 കോച്ചുകളാണ് ഈ ഡ്രോണുകൾ വൃത്തിയാക്കിയത്. 4 ലക്ഷം രൂപ ചെലവിൽ സൂറത്തിലെ 2 ചെറുപ്പക്കാരാണ് ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തത്. ട്രെയിനുകൾ മാത്രമല്ല, റൂഫ് ടോപ്പുകളും പ്ലാറ്റ്ഫോം ഷെഡും തുടങ്ങി മനുഷ്യന് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഫുള്ളി ഓട്ടോമാറ്റിക് കോച്ച് വാഷിംഗ് പ്ലാന്റും ഇന്ത്യൻ റെയിൽവേ ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ കാർ വാഷിലൊക്കെ കാണുന്ന പോലെ ഹൈ പ്രഷർ വാട്ടർ ജെറ്റും ഡിറ്റർജന്റും ഉപയോഗിച്ച് റൊട്ടേറ്റിംഗ് ബ്രഷുകളുടെ സഹായത്തോടെ ട്രെയിൻ ക്ലീൻ ചെയ്യുന്ന രീതി. ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും കറങ്ങുന്ന ബ്രഷുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വെറും 15 മിനിറ്റ് കൊണ്ട് ക്ലീനിങ് പൂർത്തീകരിക്കാൻ സാധിക്കും. പഴയ രീതിയാണെങ്കിൽ കോച്ച് ഒന്നിന് 1000 ലിറ്ററിന് മുകളിൽ വെള്ളം വേണ്ട സ്ഥാനത്ത് ഈ മെത്തേഡ് ചെയ്യുമ്പോൾ വെറും 300 ലിറ്റർ മാത്രമാണ് ആവശ്യമായി വരുന്നത്. അതിൽ തന്നെ 80% റീസൈക്കിൾ ചെയ്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കേന്ദ്രത്തിൽ വിഷണറിയുള്ള കുറച്ച് മന്ത്രിമാരുള്ളത് കൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്.